നമസ്കാരം. GST നിയമത്തിൽ നോട്ടീസ് പേ റിക്കവറി ഇതിനെ എങ്ങനെയാണ് GST ബാധകമാകുന്നത് എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എന്താണ് നോട്ടീസ് പേ? ഒരു സ്ഥാപനത്തിൽ നിന്നും ഒരു ജീവനക്കാരൻ അഥവാ ഒരു എംപ്ലോയി ഫുൾ നോട്ടീസ് പീരീഡ് കഴിയുന്നതിന് മുൻപ് പിരിഞ്ഞു പോകും. ഒരു ഉദാഹരണത്തിന്, ജോലിയിൽ പ്രവേശിക്കുമ്പോൾ 2 മാസത്തെ നോട്ടീസ് കൊടുക്കണമെന്ന് വ്യവസ്ഥ ഉണ്ടെങ്കിൽ 1 മാസത്തെ നോട്ടീസ് നൽകി എംപ്ലോയി റിസൈൻ ചെയ്യുമ്പോൾ ബാലൻസ് വന്ന 1 മാസത്തെ ശമ്പളം എംപ്ലോയർക്ക് റിക്കവർ ചെയ്യുവാനുള്ള അവകാശമുണ്ട്. ഇതിനെയാണ് നോട്ടീസ് പേ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ റിക്കവറി എംപ്ലോയി പറഞ്ഞ സമയത്ത് നോട്ടീസ് തരാതെ പോകുന്നത് മൂലം സ്ഥാപനത്തിന് ഉണ്ടാകുന്ന ഒരു അസൗകര്യം റിക്കവർ ചെയ്യുന്നത് ഇത് ഒരു കോമ്പൻസേഷൻ സ്വഭാവത്തിൽ ഉള്ളതാണെന്ന് ചുരുക്കം. ഇനി ഇവിടുത്തെ വിഷയം, ഈ കോമ്പൻസേഷൻ ആയിട്ട് വാങ്ങുന്ന തുക GST ബാധകമാണോ? സെക്ഷൻ 7 സപ്ലൈ എന്ന നിർവചനത്തിൽ ശ്രദ്ധിക്കേണ്ടത് മേൽപ്പറഞ്ഞ റിക്കവറി ഓർ നോട്ടീസ് പേ ഒരു കോമ്പൻസേഷൻ ആയിട്ട് പരിഗണിക്കാമോ എന്നുള്ളതാണ്. അതുപോലെ സെക്ഷൻ 7 തന്നെ ചില ആക്ടിവിറ്റീസ് സപ്ലൈ ഓഫ് ഗുഡ്സ് അഥവാ സർവീസ് ആയിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. ടോളറേറ്റിംഗ് ആൻ ആക്ട്, എഗ്രീയിങ് ഫോർ റിഫ്രെയിൻ ഫ്രം ആൻ ആക്ട് തുടങ്ങിയവയെല്ലാം സപ്ലൈ ഓഫ് സർവീസ് എന്ന വിഭാഗത്തിൽ പെടുന്നുമുണ്ട്. അതുപോലെ ഷെഡ്യൂൾ 3 പ്രകാരം എംപ്ലോയി എംപ്ലോയർക്ക് കൊടുക്കുന്ന സർവീസ് സപ്ലൈ ഓഫ് ഗുഡ്സോ സർവീസോ ആയിട്ട് വരുന്നില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ഗുജറാത്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു അഡ്വാൻസ് റൂളിംഗ് പ്രകാരം ഇത് ടാക്സബിൾ സപ്ലൈ ആണെന്ന് പറയുകയുണ്ടായി. അത് പ്രകാരം എംപ്ലോയർ 1 മാസത്തെ ശമ്പളം റിക്കവർ ചെയ്താൽ GST അതിന് വിധേയമാണ് എന്ന് ചുരുക്കം. പക്ഷേ പിന്നീട് വന്ന ക്ലാരിഫിക്കേഷൻ സർക്കുലർ നമ്പർ 178/10/2021 പ്രകാരം വ്യക്തമാക്കുന്ന കാര്യം, ഈ തുക പ്രീമച്വർ ക്വിറ്റിംഗ് ഓഫ് എംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു കോമ്പൻസേഷൻ അല്ല എന്ന് വ്യക്തമാക്കുകയാണ്. മറിച്ച് ഇതൊരു പെനാൽറ്റിയുടെ നേച്ചർ ആണെന്നും ഇവിടെ പറയുന്നുണ്ട്. ഇതിനു പുറമെ കേരള ഹൈക്കോടതിയുടെ മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ് വേഴ്സസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് സെൻട്രൽ ടാക്സ് ആൻഡ് സെൻട്രൽ എക്സൈസ് വിധി പ്രകാരവും ഈ നോട്ടീസ് പേ ഒരു കോൺട്രാക്റ്റ് ലംഘിക്കുന്നതിൻ്റെ ഭാഗമായി ചുമത്തപ്പെടുന്ന ഒരു പെനാൽറ്റി ആണെന്നും ആയതുകൊണ്ട് ഇത് ഒരു ടോളറൻസ് ഓഫ് ആൻ ആക്ടിൻ്റെ കോമ്പൻസേഷൻ അല്ല എന്നും വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സം ആൻഡ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നോട്ടീസ് പേ റിക്കവറികൾ ഇത് പ്രകാരം പുതിയ ഹൈക്കോടതി വിധി പ്രകാരവും സർക്കുലർ പ്രകാരവും GSTക്ക് വിധേയമല്ല എന്ന് ഇതോടെ വ്യക്തമായിരിക്കുകയാണ്. ഇതാണ് നോട്ടീസ് പേയുമായി ബന്ധപ്പെട്ടുള്ള GST ലയബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയത്തിൻ്റെ വ്യക്തമായ ഉത്തരം. താങ്ക് യു.